കൂടി ഈ ഐക്യവുമായി ബന്ധപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരുന്നതിനെ കുറിച്ച് ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. എന്തോ സ്വീകരണം നമ്മളിവിടെ വരും, ന്യായമായിട്ടുള്ള അല്ലാതെ അതിന് വിശേഷമൊന്നുമില്ല. എന്നാ സ്വീകരണം? ഞാൻ അദ്ദേഹം വന്നാൽ എൻ്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. ഒരു പ്രതികരണം കൂടി കാണാം. വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഈ ഐക്യം ആവശ്യമാണ് എന്ന്, സംഘടനാപരമായും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംവരണ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായ ഇവർ രണ്ടുപേരും. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, അടിസ്ഥാന മൂല്യങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് ഐക്യം സാധ്യമാവില്ല എന്നല്ല സുകുമാരൻ നായർ പറഞ്ഞത്. അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഐക്യം സാധ്യമാണ്, ഐക്യം അനിവാര്യമാണ്. രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട ഘട്ടമാണിത് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കൂടി കാണാം. പണ്ട് തൊട്ട് തന്നെ SNDP ഉയർത്തിയ വലിയൊരു ആശയമാണ് നായാടി തൊട്ട് നമ്പൂതിരി വരെ ഉള്ള സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ. ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾ പിടിച്ചുപറ്റാനല്ല, അവരുടെ അവകാശം നിഷേധിക്കാനല്ല. ആ കൂട്ടായ്മ അനിവാര്യം. ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഇവിടെ ഈ രാജ്യത്ത് സുനാമി സംഭവിക്കുമോ? എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? കമലേഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. കമലേഷ്, വലിയ ആത്മവിശ്വാസത്തോടെ, മുമ്പത്തേതുപോലെ അല്ല ഇപ്പോഴത്തേത്, അന്ന് സംഭവിച്ചത് സംഭവിച്ചു, ഇനി അത് സംഭവിക്കില്ല എന്ന് കേരളത്തോട് ആവർത്തിച്ച് പറയുന്ന മട്ടിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുഞ്ഞിന്റെ ആയുസ്, അല്ലെങ്കിൽ ആ പുതിയ കുഞ്ഞിന്റെ ആയുസ്, ഐക്യമെന്ന കുഞ്ഞിന്റെ ആയുസ് വളരെ 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 ഹ്രസ്വമായിരുന്നു. ദിവസങ്ങൾ മാത്രം, അതിനുള്ളിൽ തന്നെ ഐക്യം പൊളിഞ്ഞിരിക്കുന്നു. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അബ്ജോദ്, ഞാൻ വീണ്ടും ആ റിലീസ് വായിക്കുകയായിരുന്നു. ആ റിലീസിൽ കൃത്യമായി പറയുന്നത് ഈ പെരുന്നൽക്കുടി NSS ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് തവണ പരാമർശമുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ, ഇവന്മാരുടെ ഓരോ ദിവസത്തെയും നിലപാടുകൾ ഈ ജെട്ടി മാറുന്നത് പോലെ തന്നെയാണ് ഇവന്മാരുടെ നിലപാടുകൾ. ഇത് കേരളം യാതൊരു കാരണവശാലും ഇവന്മാരെ മുഖവിലേക്ക് എടുക്കേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ഉദ്ദേശിച്ച കണക്ക് തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സുകുമാരൻ നായർ ഒരു സമയത്ത് നവോത്ഥാന സമിതിയായിട്ട് ബന്ധപ്പെട്ട് അകന്നു നിന്നൊരു വ്യക്തിയാണ്. ആ നവോത്ഥാന സമിതിയായിട്ട് അകന്നു നിന്ന സമയത്ത് SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മതിലും നവോത്ഥാന സമിതിയൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ പുന്നല ശ്രീകുമാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തുചേർന്നൊരു പോകുന്ന സമയത്ത് പിന്മാറി നിന്നിരുന്ന, അല്ലെങ്കിൽ പിന്നോക്കം പോയിരുന്ന ഒരു വ്യക്തിയാണ് സുകുമാരൻ നായരും കൂട്ടരും. അപ്പോൾ അതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സമയത്ത് വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് പോകാമെന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു, നിലപാടിലേക്ക് എത്തുന്നു. സംഘടനകൾ തമ്മിൽ ഒരു ചർച്ചയുണ്ടാകുന്നു. സുകുമാരൻ നായർ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന അജണ്ടകളും SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്ന ആലോചനകളും തീരുമാനങ്ങളും രണ്ടും രണ്ട് ചേരിയിലാണെന്നുള്ളത് കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പട്ടികജാതി പട്ടികവർഗ സമൂഹം ഉന്നയിക്കുന്ന ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് NSSന് SNDPയെ കൈക്കുള്ളിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നത് തന്നെയാണ് ശ്രീ NSSന്റെ നേതാവ് സുകുമാരൻ നായർ വിചാരിച്ചത്. അപ്പോൾ ഇപ്പൊ നിലവിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, രാഷ്ട്രീയമായിട്ട് യാതൊരു കാരണവശാലും യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ മകൻ നിൽക്കുന്നത് BJDS എന്ന് പറയുന്ന പാർട്ടിയാണ്. അതായത് NDAക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ആയ സ്ഥിതിക്ക് ഇത് രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ വീണ്ടും അവിടെ പൊട്ടനായി മാറും സുകുമാരൻ നായർ. അപ്പൊ അത് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അണ്ടർഗ്രൗണ്ടിലൂടെ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെ, അതായത് ഹിന്ദു ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മൊത്തം പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് എങ്ങനെ വരാം. അതായത് NSS മുന്നോട്ട് വയ്ക്കുന്നത് ജാതി സെൻസസിനെ നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. ഏത് വിധേനയും നഖശികാന്ത എതിർക്കുന്ന NSSന് SNDPയെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ദളിത് ആദിവാസി സമൂഹത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ദീർഘദൃഷ്ടിയോടെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് NSS വെള്ളാപ്പള്ളിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അത് പൊട്ടി പാളീസായി എന്നങ്ങ് തുറന്നങ്ങ് പറഞ്ഞാൽ മതി ശ്രീ സുകുമാരൻ നായരെ.